അപേക്ഷിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ ശക്തി ആർജിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹമായി ലോകത്ത് മാറുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മെ തുടർന്ന അനുഭവമാണ്. കർത്താവിനെ തൊടുവാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്നു. കുറെ പേര് തൊട്ടു, അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നതാണ്. വിശ്വാസത്തോടുകൂടെ അവിടുത്തെ നോക്കിയവർ, അവിടുത്തെ വസ്ത്രത്തിലെ വിശ്വാസത്തോടുകൂടെ സ്പർശിച്ചവർ, വിശ്വാസത്തോടുകൂടെ അവനെ ഏറ്റുപറഞ്ഞവർ ജീവിതത്തിലെ സൗഖ്യം പ്രാപിച്ചു എന്നതാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദവും സൗഖ്യം എന്ന് പറയുന്ന ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ്. ദൈവത്തിന്റെ പ്രതീക്ഷകളെ നിറവേറ്റുന്നവൻ ലോകത്ത് സമാധാനമാകുമെന്നതാണ്. കരങ്ങൾ കൂപ്പി ഈ സ്വസ്ത്രയാഗ പ്രാർത്ഥനയിൽ നമുക്ക് പ്രവേശിക്കാൻ കർത്താവിന് മുൻപിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവേ, ഒരു സ്നേഹത്തിന്റെ മെഴുകുതിരിയായി ഭൂമിയിൽ എരിഞ്ഞു തീരുവാൻ എന്നെ ഒരുക്കണമേ എന്ന് സുന്ദരമായ പ്രാർത്ഥന ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ സ്വസ്ത്രയാഗ പ്രാർത്ഥനയിൽ പ്രവേശിക്കും. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നു. ക്രിസ്തുനാഥൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു, ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യും, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. Glory.